ഡിസപ്പോയിൻമെൻറ്റോട് കൂടെയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഞാൻ വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു സീക്രട്ട് ഏജൻറ്റ്. പക്ഷേ ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആണ് തോന്നുന്നത്. കാരണം ഡേ 1 തന്നെ ഗബ്രിക്ക് കൊണ്ടേ മാലയിട്ടു. അപ്പം നമുക്ക് തോന്നി അതിന് പുറകിൽ വല്ല ഗെയിം സ്ട്രാറ്റജി ഉണ്ടാവുന്നു. ഇന്നിതേ പോയി ജാസ്മിൻ്റെ അടുത്ത് പുറത്തുള്ള സകല കാര്യങ്ങൾ എന്ന് വെച്ചാൽ അഫ്സലിൻ്റെ വോയിസ് ലീക്കായത് തൊട്ടിട്ട് വാപ്പ കൊടുത്ത ഇന്റർവ്യൂ വരെ എല്ലാം വിളമ്പിക്കൊടുത്തിരിക്കുകയാണ് സീക്രട്ട് ഏജന്റ്. ഇത് സായിയുടെ ഒരു ഗെയിം പ്ലാൻ ആണെന്ന് പലരും പറയുന്നത്. എനിക്ക് തോന്നുന്നില്ല ഇതൊരു സ്ട്രാറ്റജി ആയിട്ട്. കാരണം ജാസ്മിനെ ഡൗൺ ആക്കലാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ അതവിടെ പാളി നടക്കില്ല. കാരണം വാപ്പ വിളിച്ച് ഇതിനേക്കാളും വ്യക്തമായിട്ട് കാര്യങ്ങൾ ജാസ്മിന് പറഞ്ഞു കൊടുത്തിട്ടുള്ളതാണ്. അന്നൊന്നും തളരാത്ത ജാസ്മിൻ ഇത് കേട്ട് ഒരിക്കലും തളരാൻ പോകുന്നില്ല. വാപ്പയുടെ കോളിൽ നിന്ന് ജാസ്മിന് നന്നായി മനസ്സിലായിട്ടുണ്ടാവും അഫ്സൽ ഏകദേശം കയ്യിൽ നിന്ന് പോയ പോലെയാണെന്ന്. അതിടയിൽ ജാസ്മിൻ എവിടെയോ പറയുന്നുണ്ട്. അപ്പോൾ ഈ സീക്രട്ട് ഏജന്റ് പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ജാസ്മിൻ ഗെയിം മാറ്റുകയുള്ളൂ, കുറച്ചും കൂടെ സ്ട്രോങ് ആവുകയുള്ളൂ. അപ്പോൾ ഇതൊരു മണ്ടത്തരമായ മൂവായിട്ടാണ് എനിക്ക് തോന്നുന്നത്. മറിച്ച് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. കാരണം ഞാൻ എത്ര ആലോചിച്ചിട്ടും ഇതിലൊരു സ്ട്രാറ്റജി കാണാൻ എനിക്ക് പറ്റുന്നില്ല. പിന്നെ ജാസ്മിൻ അവിടെ